Ladies and gentlemen, this is Adarsh and welcome to My Gonayadi. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് പൊങ്കലിന് റിലീസ് ചെയ്തൊരു സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. കാർത്തിയുടെ വോ ബോത്യാർ അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ജാനുവരി 14 എന്താണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് നമ്മുടെ അണ്ണൻ തലപതി വിജയുടെ ജനനായകൻ മാറ്റിവെച്ചു. ചുളുവിന് വന്ന് പൊങ്കൽ ക്ലാസ് തൂക്കാന്നുള്ള നമ്മുടെ പച്ച സ്റ്റുഡിയോന്റെ കനവ് ഇറക്കി വിട്ടു പടം. രാവിലെ പടത്തിന് ഹെവി പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ഡയറക്ടറിന്റെ നളപാചകം എന്നൊക്കെയായിരുന്നു റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമായപ്പോ കേരളത്തിലെ കാലാവസ്ഥ പോലെ രാവിലെ വെയില്, ഉച്ചയ്ക്ക് മഞ്ഞ്, രാത്രി മഴ. അപരാധം പീക്ക് 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 അപരാധം. കോമാളി സൂപ്പർ മാർക്കറ്റ് നാം പാത്തിരിക്കുക ആണ്. കോമാളി പ്രീമിയം ഷോറൂം നാം പാക്കലെ. അത് പാക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഡയറക്ടറിനോട് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. കാർത്തിയുടെ അന്യായം എന്തോന്നണ്ണാ ഇത്? നിങ്ങൾക്ക് പറ്റിയ പണി ലോകേഷിനെ തൂക്കുക, കെട്ടിയിട്ടിട്ടാ അല്ലെങ്കിൽ 4 അടി കൊടുത്തിട്ടാ ആ കൈതീട്ടു അങ്ങോട്ട് ഇറക്കി വിടുക, അല്ലെങ്കിൽ ആ ഹിറ്റ് 4 ഒക്കെ ഇറക്കി വിടുക. ഈ ജാതി അപരാധമാണോ അണ്ണാ ചെയ്യേണ്ടത്? അയ്യേ, ഒക്കെ കോമാളി ഒന്നിന് മത്സരമായിരുന്നു. ആരാണ് പെട്ട കോമാളിയാവാ പറഞ്ഞിട്ട്. ആൻഡ് ഇതിലത്തെ ആദ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്ന കോമാളി ദ വൺ ആൻഡ് ഓൺലി രാജ്കിരൺ. ഇങ്ങേര് ഷൈൻ ടോം ചാക്കോ എന്ന ഓൺലൈൻ കോഴ്സ് ചെയ്യാന്ന് തോന്നുന്നു. ഒരു വസ്തു ഡയലോഗ് മനസ്സിലായിട്ടില്ല. സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് പിന്നെ എന്തൊക്കെ വായിച്ച് മനസ്സിലാക്കി. അണ്ണ വായിൽ എന്ത് ഹാൻഡ്സാ, ആ സാധനമൊക്കെ തുപ്പിക്കളി, 4 ഡയലോഗ് മര്യാദയ്ക്ക് പറയും. രണ്ടാമത്തത് ആനന്ദ് രാജ്. നിങ്ങൾ തന്നെയാണ് അണ്ണ മറ്റേ പൃഥ്വിരാജിന്റെ സത്യത്തില് ക്രൂര വില്ലനിസം കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ കണ്ട് പേടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. നിങ്ങള് പേക്കൂത്ത്. അപ്പോ രാജ്കിരൺ തട്ടിപ്പോയ സമയത്ത് ഇങ്ങേരുടെ ഒരു പേക്കൂത്ത് ഉണ്ട് അവിടെ വന്നിട്ട്. ആളെ വിടുങ്ക സാമി, മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയി എന്ന് പറയാ. അജാതി ഒരു വെട്ടാവളിയന്റെ സാധനം എന്നാണ് പറയാൻ തോന്നിയത്. പിന്നെ അടുത്ത് മൂന്നാമത്തെ കൃതി ഷെട്ടി. യാറാച്ച അന്ത പൊണ്ണെ നൃത്ത സൊല്ലുങ്കടാ. വൂ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. വൂ എന്തേ ബൗ എന്നിട്ടില്ല. സാധാരണ ഈ മറ്റേ ഭാവി ഭൂതം പറയും, വർത്തമാനം കൊച്ചു പറയും. സാധാരണ എല്ലാവരും കൈ പിടിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഈ മറ്റേ ഭാവിയും ഭൂതം വർത്താനൊക്കെ പറയാം. ഈ കൊച്ചു കെട്ടിപ്പിടിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ഡാൻസ്, പാട്ട്, കോമാളിത്തരം. നാലാമത്തെ കോമാളി റാബിറ്റ് പല്ലും വെച്ച സത്യരാജ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുയലിനെ എവിടെന്നെങ്കിലും പിടിച്ചിട്ട് മുയലിന്റെ പല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതില്. ഇങ്ങനെ ഇടയ്ക്കുള്ള കോമാളി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കുറെ കോമാളിത്തരൊക്കെ ഉണ്ട്. അത് അതിലേറെ കോമാളിത്തരം. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് സ്പൂഫ് പടം എടുത്തു വെക്കുക, അല്ലെങ്കിൽ സീരിയസ് പടം എടുത്തു വെക്കുക. യെല്ലോ ഫേസ്, ഹാക്കിങ്, ഫിഷിങ്, മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ത്രില്ലർ പടം എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഈ പേക്കൂത്ത് തന്നെ പ്രോ മാക്സ് ലെവലിൽ ഒന്നും കൂടി കൂട്ടിയിട്ട് സ്പൂഫ് ആക്കിയിട്ട് എടുത്തു വെക്കുക. ഇതിപ്പോ മത്തിക്കറിയും ചാണകം കൂടി മിക്സ് ആക്കിയ അവസ്ഥയാണ്. ഇത് തിന്നണോ ചെടിയുടെ ചോട്ടിൽ കൊണ്ടിടണോ അറിയാത്ത അവസ്ഥ. കാർത്തി രാത്രി വാത്തിയാർ ബാറ്റ്മാൻ ആവും. കള്ളൻ, കൊലപാതകി, പെണ്ണുപിടിയന്മാർ ഇവരെയൊക്കെ പോയി ചാട്ടവാറിനടിക്കും. പിറ്റേ ദിവസം രാവിലെ വലിയൊരു തണ്ണിത്തൊട്ടിയിൽ വന്ന് ബോധമില്ലാതെ കിടക്കും. കുളിച്ചിട്ട് വീട്ടിലോട്ട് കയറി വരും. ഇതന്നെ കാണിക്കാനുള്ളൂ. പോണ സമയത്ത് ഇങ്ങനെ ട്രിം ചെയ്ത ലുക്കില് താടി മീശ ഉണ്ടാവും. പോണ വഴിക്ക് ഇങ്ങനെ ഫേഷ്യൽ ഉണ്ടോന്ന് അറിയില്ല. വാത്തിയാറായി കഴിഞ്ഞാൽ താടി മീശ ഒന്നും ഉണ്ടാവില്ല. തിരിച്ച് രാവിലെ വരുമ്പോ താടി മീശയൊക്കെ ഉണ്ട്. ഇനി വരുന്ന വഴിക്ക് കരടി നെയ് തേക്കുണ്ടോന്ന് അറിയില്ല. ഈ സിനിമയുടെ ആദ്യമൊക്കെ തുറക്കുന്ന സമയത്ത് എങ്ങനെ വാത്തിയാർ എന്നുള്ള പേര് വന്നു, അങ്ങേര് എങ്ങനെ CM ആയി, ഈ പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ നൈസ് ആയിരുന്നു. രാജ്കിരന്റെ പേക്കൂത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് ദാറ്റ് വാസ് റിയലി നൈസ്. നല്ല രസത്തിൽ കണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, പിന്നെ അങ്ങോട്ട് സീരിയസ് ആക്കി, സ്പൂഫ് ആക്കി, സീരിയസ് ആക്കി, സ്പൂഫ് ആക്കി. MGR ഒരു 10 വട്ടം കാണിച്ചു, കാർത്തി ഒരു 5 വട്ടം കാണിച്ചു. MGR ഒരു 10 വട്ടം കാണിച്ചു, കാർത്തി ഒരു 5 വട്ടം കാണിച്ചിട്ട് മനുഷ്യനെ ഉയരെടുത്തുണ്ട്. ഈ സിനിമ 2 മണിക്കൂർ എന്തേ ഉള്ളൂ. ഒരു ഔട്ട് ആൻഡ് ഔട്ട് അവരാണ്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്തൊക്കെ എന്തൊക്കെയാ കാണിച്ചു വെച്ചെന്ന് ഇവർക്ക് പോലും മനസ്സിലായിട്ടില്ല. വേണമെങ്കിൽ ഒരു ടാഗ് ലൈൻ കൊടുക്കായിരുന്നു, നോ ലോജിക് ഓൺലി മാഡ്നസും. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. അയ്യേ, ഒരു പരേട്ട പടം. കാർത്തി വരെ വെറുപ്പിക്കലായിരുന്നു. പച്ച സ്റ്റുഡിയോസിന്റെ പടമാണ്, അറിയാലോ. അപ്പൊ അത്ര തന്നെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പച്ച സ്റ്റുഡിയോസ് ഒരിക്കലും പച്ച പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇങ്ങേര് എന്തോ ജൂനിയർ മാൻഡ്രേക്ക. തങ്കലാൻ വിക്രമിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ആവാൻ പറഞ്ഞു. കങ്കുവ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ആവാൻ പറഞ്ഞു. വോവാത്തിയർ കാർത്തിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ആവാൻ പറഞ്ഞു. എല്ലാം അതേപോലെ അങ്ങോട്ട് നടന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നടത്താനുണ്ട് വെച്ചാൽ അങ്ങേരെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി, അതേപോലെ തന്നെ നടക്കും. കാണിപ്പയ്യൂരിന്റെ വല്ല ആളാണോ? അല്ല അറിയാണ്ട് ചോദിക്കുകയാണ്.
അണ്ണ 2026 എന്റെ ഫലം ഒന്ന് ഗണിച്ച് പറഞ്ഞുതരാൻ പറ്റും? അല്ല എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ഒട്ടും കൊള്ളില്ല, ഒട്ടും കൊള്ളാത്ത പടം. ചിലവർക്ക് ഇതൊക്കെ കിടു പടമായിട്ടൊക്കെ തോന്നും. ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺസ് ആൻഡ് പേഴ്സ്പെക്ടീവ്സ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മലയാളം ഭാഷയൊക്കെ അവൈലബിൾ ആണ്. നല്ല നല്ല സിനിമയൊന്നും ഒരിക്കലും മലയാളം ഒന്നും ഇറക്കരുത്. എന്നാൽ ഇങ്ങനത്തെ പേക്കൂത്ത് അപരാധങ്ങളൊക്കെ എല്ലാ ഭാഷയിലും ഇറക്കണം. ഇതിൽ 1-2 പാട്ടൊക്കെ റീമിക്സ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു മൊമെന്റിൽ, ആദ്യത്തെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് വെച്ച് ഒരു മൊമെന്റിൽ പോലും എനിക്ക് ഈ പടം നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. കഥയും ഇല്ല, കവിതയില്ലാത്ത ഒരു പടം. കൃതി ഷെട്ടിയൊക്കെ എന്തിന് ഈ പടത്തിൽ വന്ന് അഭിനയിച്ചു എന്ന് എനിക്കറിയില്ല. സോ ഒരിക്കലും കൃതി ഷെട്ടി ഒരു മോശം ആക്ടർ അല്ല. ആളുടെ മനമേ പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. കിടു പടമാണ്, പടവും കിടുവാണ്. അതിലത്തെ മ്യൂസിക് വർക്ക് നൈസ് ആണ്, കൃതി ഷെട്ടിയുടെ പെർഫോമൻസ് നൈസ് ആണ്, എല്ലാം നൈസ് ആണ്. ആമസോൺ പ്രൈമിലാണ് തോന്നുന്നു ആ പടവും സ്ട്രീം ചെയ്യുന്നത്. സോ വേണ്ടവർ കണ്ടു വെക്കുക. ഈ അപരാധം കണ്ടില്ലെങ്കിലും മനമേ കണ്ടു വെക്കുക. ദാറ്റ്സ് എ റിയലി നൈസ് ഫിലിം. കാർത്തി ഇപ്പോ എനിക്കൊരു കാർത്തിയുടെ ഈ സിനിമ സെലക്ഷൻ തന്നെ വൻ ശോകമാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഹിറ്റ് 4 ഒക്കെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടുന്നു, അതില്ല. കൈതി 2 എന്ന് ഇറങ്ങും പറഞ്ഞതാണ്. ഇപ്പൊ ലോകേഷ് അണ്ണൻ പറയുന്നുണ്ട് ആ കൊച്ചിന്റെ കല്യാണം കഴിയണതിന്റെ മുമ്പൊക്കെ ഞാൻ ആ സിനിമ ഇറക്കി വിടുന്നു. സ്കാമേഷ് കനകരാജ് എന്നായിരുന്നു അങ്ങേർക്ക് പേരുണ്ട്, അല്ലെങ്കിൽ കൊണേഷ് കനകരാജ് എന്നായിരുന്നു. ഇനിയിപ്പൊ അല്ലു അർജുന്റെ പടം ചെയ്യുമ്പോ പറഞ്ഞ അടുത്തത് കൈതി 2 ആണ്. ഇത് എന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. ആൾക്കാരൊക്കെ എന്താ മണ്ടന്മാരാണ് തോന്നുന്നുണ്ടാ. സോ അടുത്ത പടം വേറെ ആരെങ്കിലും വെച്ച് ചെയ്യും, എന്നിട്ട് പറയും കൈതി 2 ഈസ് മൈ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഫിലിം. അതില്ലാതെ എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല എന്നുള്ള കുറെ കൊണേഷ് ഡയലോഗ് അടിക്കാൻ മാത്രമുള്ള ഒരു ഡയറക്ടറാണ് ലോകേഷ്. ആദ്യം ഇറക്കി വിട്, എന്നിട്ട് കൊണയടിക്ക്. ഇത് കൊണ മാത്രമേ ഉള്ളൂ. എന്ന് ഇറക്കി വിടും പറഞ്ഞ പടമാണെന്ന് അറിയോ? അപ്പൊ ആ കൊച്ചിപ്പോ കോളേജിൽ പോകാൻ തുടങ്ങി. ഇനിയിപ്പോ നാളെ ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ പടം ഇറങ്ങാൻ വേണ്ടി പോണത്. ഇറങ്ങൊന്നുമില്ല, ഫുൾ പറ്റിപ്പ് തന്നെയാണ്. സോ ബിഗ്ഗസ്റ്റ് സ്കാം ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ചോദിച്ചാൽ ദാറ്റ്സ് LCU, ICU, LRCU. സോ വേണ്ടവർ കണ്ടു നോക്കാം. ബൈ.